ഉമ്മാനെ ഉപ്പാനെ നിനക്കിന്ന് അധികം പറ്റി ഒരു തൊലിവെളുപ്പുള്ളവൾ എന്തെങ്കിലും പറയുമ്പോ നീ അവരെ തല്ലാൻ നിൽക്കുക, അവരെ കണ്ണുനീര് കുടിക്കുക. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നീ പട്ടിണിക്കിട്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലതുപോലെ കേട്ടോ, സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരത്തില്ലടി ഒരിക്കലും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉമ്മാനെ ചീത്ത വിളിച്ചവനെ, ഉമ്മാനെ തല്ലാൻ കൈവക്കിയവനെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനെ നീ എഴുതി വെച്ചോ, നീ എഴുതി വെച്ചോ. ഉറങ്ങുന്നവൻ നല്ലതുപോലെ കേട്ടോ, അള്ളാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ ഉപ്പാനെയോ നിന്റെ ഉമ്മാനെയോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവരെ തല്ലാൻ കൈവക്കിയിട്ടുണ്ടെങ്കിൽ, മോനെ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്നോടത് തിരിച്ചു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ എവിടെ കൊണ്ട് പഠിപ്പിച്ചാലും നിന്റെ ഉമ്മാനെ തല്ലാൻ നിന്റെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, നീ എത്ര സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഒരിക്കൽ നിന്റെ നേരെ കൈപൊക്കിയിരിക്കും. എഴുതി വെച്ചോ. നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും നീ പട്ടിണിക്കിട്ടിട്ടുണ്ടോ? സത്യമായിട്ടും നിന്റെ മാതാപിതാക്കളെ പട്ടിണിക്കിട്ട നിന്നെ നിന്റെ മക്കൾ വിടുവടാ. തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം, അതിന്റെ വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും. ഇന്ന് ഭർത്താവിനെ കിട്ടിയപ്പോ വീടിന്റെ അകത്ത് കിടന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല. വളർത്തിക്കോ നിന്റെ മോളെയും. നാളെ നിന്റെ ഗതിയും ഇതാ, നാളെ നിന്റെ ഗതിയും ഇതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ ഇത് നിന്നോട് തിരിച്ചു ചെയ്യും. അപ്പൊ നിനക്കറിയാം